മണി ഈ പനിക്കൂർക്കേ ഇത് കുറച്ച് കുടിച്ച് മാറ്റി വെക്കണം കേട്ടോ. എല്ലാം എന്തെങ്കിലും നോക്കി ഇത് നിറയെ ഒത്തിരി അതിന്റെ അകത്ത് നോക്ക്. ഈ ചട്ടിക്കകത്ത് നിറയെ വേറെ എന്തെങ്കിലും വെക്കണം. അല്ലെങ്കിൽ വേറെ കാശ് ചെലവില്ലാത്ത ചെടി വാങ്ങണ പരിപാടിയൊക്കെ നിർത്തിയിട്ടേ കുറച്ച് കാശ് ചെലവാക്കി ഓർക്കിഡ് വാങ്ങിക്കണം. ഇവിടെ നിറച്ചും വെക്കണം. അത് മാലിന്യം ഇന്നാൾക്ക് വന്നിട്ട് പറഞ്ഞാൽ ചേച്ചിന്റെ അടുത്ത് 2-3 ഉണ്ടല്ലേ, അവരുടെ വീട് നിറച്ചും ഓർക്കിഡാണെന്ന്. എനിക്ക് കുറച്ച് ഓർക്കിഡ് വേണം. അവളല്ലേലും കുറെ തള്ളിന്റെ ആളല്ലേ. എനിക്ക് നല്ല വൃത്തിയായിട്ട് കൊടുത്തു. അല്ല, പിങ്കിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ കാര്യം ആലോചിച്ചത്. ഇവളെ തുള്ളി ചാടി നടന്ന് ബാക്കിയുള്ളവരെയും കളിയാക്കി നടന്നിട്ട് അവസാനം ഇപ്പൊ തളിരുകളെ വാടിയതുപോലെ വാടി കിടക്കുന്നു. ഇത്രയും മറ്റേ തൊട്ടാവാടിയാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കൊച്ചല്ലേ മണി? കൊച്ചാ? അപ്പൊ ഞാനോ? നീ പിന്നെ തൊട്ടാവാടിയല്ലേ? നീ എന്തോന്നായിരുന്ന അവസ്ഥ പണ്ട്? തൊട്ടാവാടിയാ? എനിക്കെന്തോന്ന്? നിന്റെ പരീക്ഷയുടെ സമയത്ത് എന്തായിരുന്നു എന്റെ അവസ്ഥ? അത് പേടി വരുമല്ലോ. പരീക്ഷ വരുമ്പോ എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. പിള്ളേരല്ലേ. ഇവള് ഇപ്പൊ ഭയങ്കര ബോൾഡായിട്ടൊക്കെ നടക്കുമെങ്കിലും പണ്ട് തന്നെയായിരുന്നു അവസ്ഥ. പരീക്ഷ വരുമ്പോ പേടി, ടെൻഷൻ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അത് പഠിച്ചിട്ടില്ലെങ്കിലാണ് പ്രശ്നം. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. ഇത് പഠിക്കണം. ഞങ്ങളെയൊക്കെ കാലത്തുണ്ടല്ലോ, ഞാൻ SSLC പഠിക്കുമ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 12 വിളക്കിലല്ലേ ഇരുന്ന് പഠിക്കുന്നേ. വെട്ടം വല്ലതും ഉണ്ടോ? കറണ്ട് നമ്മുടെ വീടിന്റെ ഒരു 4-5 വീടിന്റെ അപ്പുറത്തുള്ള കൊച്ചുമണി അണ്ണന്റെ വീട്ടില്, സുധാകരനാണ് പേര്. കൊച്ചുമണി അണ്ണന്റെ വീട്. അവിടെ പോയിരുന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ അണ്ണൻ്റെ ഉണ്ടല്ലോ, അന്ന് ആ ഏരിയയിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ളത് ഈ കൊച്ചുമണി അണ്ണനാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഞങ്ങളെ പോലുള്ള നല്ല പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെ കുട്ടികളൊക്കെ വിളിച്ചിരുത്തി വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കും. അണ്ണൻ്റെ വീട്ടിൽ ലൈറ്റ് കൊണ്ട് രാത്രി എത്ര മണി വരെ വേണമെങ്കിലും ഇത് പഠിക്കുകയും ചെയ്യാം. ഇപ്പോഴും ഓർക്കിഡ് മണി മാത്സ് എക്സാം ഒരു 10-11 മണിയായി. പഠിത്തമെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകണം. എക്സാമിന് തലേ ദിവസം. അങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ അണ്ണൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചുമണി അണ്ണൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് പോണ വഴിക്കായി ഇടവഴിയിൽ വെച്ച് ഒരു പട്ടി ചാടി വന്ന് രാത്രി ഒരു 11 മണിയാവും. ഈ പട്ടിയെ കണ്ട് ഞാൻ പേടിച്ച് ഓടിയപ്പോ ഒന്ന് ചെറിയൊരു കുഴിയിൽ ഈ ആംഗിള് മടങ്ങിപ്പോയി. ഞാൻ അപ്പോഴങ്ങ് ഓടിയങ്ങ് വീട്ടിൽ കയറി. പക്ഷെ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോ എന്നെ വേദന തുടങ്ങി. രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. കാല് നീരും വെക്കാൻ തുടങ്ങി. അമ്മയാണെങ്കിൽ വന്നിട്ട് കരച്ചിലും. ചിന്നു വന്ന് തീരെ കൊച്ചല്ലേ, കരച്ചിലും. പിന്നെ ഉണ്ണിമാമൻ കുറെ എണ്ണയൊക്കെ കൊണ്ടുവന്നൊക്കെ ഇട്ട്. രാവിലെ ആണെങ്കിൽ പരീക്ഷയ്ക്കും പോണം. ഇതിനിടയ്ക്കാണെങ്കിൽ വേറെ പ്രശ്നം, ഞാൻ പനിയും കൂടെ തുടങ്ങി. അമ്മ ഉള്ള അമ്പലങ്ങളെല്ലാം നേർച്ച. പിന്നെ കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് വരിക. അങ്ങനെ തുണിയൊക്കെ നെറ്റിയിൽ നനച്ച് വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യും. പരീക്ഷയല്ലേ, എനിക്ക് ടെൻഷനും തുടങ്ങി. നാളെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ എന്നുള്ള പേടിയും. ടീച്ചർമാരാണെങ്കിൽ ആ സ്കൂളിൽ എന്നെ വളരെ പ്രതീക്ഷയുള്ളൊരു സ്റ്റുഡൻ്റാണ്. ടോപ്പ് മാർക്ക് എനിക്കാണ് നല്ല ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് മാത്സ് പരീക്ഷയുടെ തലേ ദിവസമല്ലേ ഇത്. പരീക്ഷയ്ക്ക് പോകാൻ പറ്റൂല എന്നുള്ളത്. ഞാനും അങ്ങ് വെപ്രാളമായി പനിയുമൊക്കെ. ഒരു വിധത്തിന് നേരം വെളുപ്പിച്ച് രാവിലെ ഇപ്പൊ പനി മാറി. പക്ഷെ കാലിതാ ഈ വണ്ണമാണ്, നീര് വെച്ച്. പോകാൻ പറ്റുമോ? 3-4 കിലോമീറ്റർ നടന്നു വേണം സ്കൂളിൽ പോകാന്ന്. നടക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. ദൈവദൂതനെ പോലെ നമ്മുടെ ഇത് കൊച്ചുമണി അണ്ണൻ. അണ്ണനൊരു വിജയ് സൂപ്പർ ഉണ്ടെന്ന്. വിജയ് സൂപ്പറിൽ വന്നു, രവി റെഡിയായാന്ന് ചോദിച്ചിട്ട് ഞെട്ടിപ്പോയി. കാരണം പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഈ അണ്ണൻ പറഞ്ഞത്. എങ്ങനെ അറിഞ്ഞു എന്റെ കാല് ഇങ്ങനെ നീരടിച്ചു എന്നുള്ളത്? അണ്ണൻ തന്നെ വന്ന് മുറിക്കകത്തുനിന്ന് താങ്ങിയെടുത്ത് വണ്ടിയിൽ കൊണ്ടിരുത്തി നേരെ സ്കൂളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതി. അന്ന് ടോപ്പ് മാർക്കുമായിരുന്നു എനിക്ക് ആ പരീക്ഷയ്ക്ക്. നല്ല മാർക്ക്. അന്ന് എനിക്കാണ് ആ സ്കൂളിലെ ആ പഞ്ചായത്തിലെ തന്നെ മാർക്ക് കൂടുതൽ. അത് കിട്ടിയപ്പോ ഉണ്ടല്ലോ, സ്കൂളിൽ വെച്ച് എനിക്ക് ഒരു അനുമോദനമൊക്കെ തന്നു, ഒരു ട്രോഫിയൊക്കെ തന്നു. ഞാൻ കണ്ടിട്ടില്ല ട്രോഫി. അത് തന്നെ പെട്ടികത്തിരിപ്പുണ്ട്. അത് ഞാൻ ആദ്യം കൊണ്ട് കാണിക്കുന്നത് കൊച്ചുമണി അണ്ണന്റെ അടുത്താണ്. അണ്ണൻ അത് കൊണ്ടിട്ട് എന്തൊരു സന്തോഷം. എന്നെ കെട്ടിപ്പിടിച്ച് കണ്ണിക്കൂടെ ഒക്കെ കണ്ണീര് വരുന്നു സന്തോഷം കൊണ്ട്. നീയാണോ അണ്ണന് 2 ഇതുണ്ട്. ഒന്ന് അണ്ണൻ പഠിപ്പിച്ച കുട്ടി, പിന്നെ ആ ഏരിയയിൽ എന്നെ ഭയങ്കര കാര്യമാണ് എല്ലാവർക്കും. കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ തന്ന്. പിന്നെ ഞാൻ കോളേജിൽ പോകുമ്പോ എനിക്ക് അണ്ണൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. എവിടെ അതെ, നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണോ അതനുസരിച്ചായിരിക്കും നമ്മളോടും പെരുമാറണേ. പിന്നെ ജീവിത ശൈലികൾ മാറിപ്പോയെന്നേ ഉള്ളു മോളെ. അമ്മക്ക് ഈ പരീക്ഷ പേരുന്നുണ്ടായിരുന്നില്ലേ? സത്യം പറയട്ടാ, എല്ലാ പരീക്ഷയുടെ തലേദിവസം എനിക്ക് പനി വരുമായിരുന്നു. ഭയങ്കര പേടിയാ പരീക്ഷ. നല്ല മാർക്കുണ്ടല്ലോ എല്ലാത്തിനും. പക്ഷെ എന്നാലും പനി വരുമായിരുന്നു. പേടിയായിരുന്നു എനിക്ക് പരീക്ഷ. ഇത് ആരെയും കുറ്റം പറ്റ കാര്യമല്ല, പാരമ്പര്യ. വേണമെങ്കിലും പറയാം.
എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് അവള് നല്ല മാർക്ക് വാങ്ങിക്കും. ആ അത് പേടിയാന്നേ, അത് കുറച്ച് പിള്ളേർക്കൊക്കെ ഉണ്ടാവുന്നതാണ്. ഇത്രേ ഉള്ളൂ.